ഹായ് ഗൈസ്, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്നലെ വന്നിട്ട് നമ്മള് റൂമൊക്കെ എടുത്തു, പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം നല്ല രാത്രിയായി, 2 മണിയായി. 2 മണിയായി. പിന്നെ വന്ന ഉടനെ റൂം എടുത്ത് അങ്ങ് ഇറങ്ങി കിടന്നു. അപ്പൊ നമ്മൾ ആദ്യം പോകുന്ന കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. നമ്മളിപ്പോ റൂം എടുത്തേക്കുന്നത് സൊനാർപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഉത്തർപ്രദേശിലെ സൊനാർപുര ദുർഗ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ഇവിടുന്ന് നമുക്ക് എല്ലാ സ്ഥലത്തോട്ട് പോകാനും നല്ല അടുത്താണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാം 1.5-2.5 മാക്സിമം അത്ര കിലോമീറ്ററുകളേ ഉള്ളൂ. അപ്പൊ അത് കണക്കാക്കിയാണ് നമ്മൾ ഇവിടെ റൂം എടുത്തത്. റൂം കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമ്മള് ജസ്റ്റ് ഒന്ന് ഇപ്പൊ റെഡിയായി കാപ്പി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ സമയം തന്നെ 10 മണിയായി. അപ്പൊ കാപ്പി കുടിച്ചിട്ട് നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പൊ അവിടെ ചെന്നിട്ട് അതിന്റെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിലും അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ബാക്കി റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മൊത്തം അലങ്കോലായിട്ട് കിടക്കുകയാണ്. മൈൻഡ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല വൃത്തിയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. AC റൂമാണ് കണ്ടോ. വിലയും വലിയ റേറ്റില്ല. 1600 രൂപയ്ക്കാണ് നമ്മളത് എടുത്തത്. AC ഉണ്ട്, ബെഡൊക്കെ കൊള്ളാം. പക്ഷേ നമ്മള് സാധനങ്ങളൊക്കെ വലിച്ചു കയറി ഇട്ടേക്കാണ്. അതുകൊണ്ട് പിന്നെ ശരി, നമ്മളിപ്പോ ഇറങ്ങട്ടെ. ഇറങ്ങി ജസ്റ്റ് ഒന്ന് കാപ്പി കുടിക്കണം. താഴെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവിടെ ഒന്ന് കാപ്പി കുടിച്ചിട്ട് നമ്മള് ക്ഷേത്രത്തിലേക്ക് പോകും. നമുക്ക് ഒരു ഓട്ടോയില് പോവാം. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, ബൈ. നമ്മൾ കഴിക്കാൻ കയറി. പൂരിയാണ് പറഞ്ഞിട്ടുള്ളത്. 2 സെറ്റ് പൂരി പറഞ്ഞു. നമ്മൾ ഈ ഹോട്ടലിന്റെ താഴെ തന്നെ നമുക്ക് റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ കഴിക്കാൻ കയറിയത്. ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പക്ഷെ വിശ്വസിക്കാതാണ് കഴിക്കാൻ. മസാല ദോശ ഉണ്ടോ? മസാല ദോശ ഉണ്ട്, പക്ഷെ അതൊക്കെ കൊണ്ടാന്ന് നോക്കണം. കാര്യം ഗ്യാസിന്റെ ഇഷ്യൂ ഇപ്പൊ എല്ലായിടത്തും കിടക്കുകയാണ്. ചൈനീസ് ഉണ്ട്, സലാഡിന് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ടീ ഇല്ല കേട്ടോ. ടീ നമ്മൾ പുറത്തുനിന്ന് കുടിക്കാം. ഓക്കെ. നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. പൂരിയും പിന്നെ എന്തോ ഒരു കറിയും അച്ചാറ് കാണിച്ചു. ഇത് പൂരി, പിന്നെ കുറച്ച് സവാളയും ഒരു സാലഡ് ഒരു പീസും ഉണ്ട്. പിന്നെ കുറച്ച് അച്ചാറുണ്ട്. സംഭവം ഗോഴി മഞ്ചൂരി. ഇത് അല്ലടാ, ഇതല്ലേ ഉരുളക്കിഴങ്ങ്. ഗോപി ഉണ്ട്. എന്തോ ഒരു കറി. കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടാന്ന് നോക്കിട്ട് പറയാം. നല്ല ചൂടുണ്ട് കേട്ടോ, ചൂടാ. ഇപ്പോഴുണ്ടാക്കിട്ട് വന്നു. കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാം. നല്ല ചൂട്. കുഴപ്പമില്ല, കൊള്ളാമോ അറിയില്ല. നമ്മളുടെ സവാളന്ന് കിട്ടൂല. പൂരിയുടെ അച്ചാറങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരി, കഴിച്ചിട്ടാണ്. നമ്മളൊരു റിക്ഷയിൽ കേറിയിട്ടില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറിയത്. ബൈക്കാണ്, ഓട്ടോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. സംഭവം ഇവിടെ ഒരു 3 പേര് ഇരിക്കും, ഓപ്പോസിറ്റ് 3 പേര് ഇരിക്കും. ഇതാണ് എന്റെ ഔട്ട്സൈഡ് വ്യൂ. ഇവിടെ ഇതുപോലെ ഇങ്ങനത്തെ റിക്ഷയും ഉണ്ട്. ഈ പോകുന്ന ടൈപ്പ് റിക്ഷയുണ്ട്. സൈക്കിളാണ്. പിന്നെ ഈ ടൈപ്പിലാണ് നമ്മളിപ്പോ കയറിയത്. ഒരുപാട് വണ്ടികളുണ്ട്. ഓട്ടോറിക്ഷ, സൈക്കിൾ റിക്ഷ, പിന്നെ നമ്മളിപ്പോ കയറുന്ന ടൈപ്പ്. അതിന്റെ പേരെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് സൈക്കിൾ സെറ്റപ്പ് കയറിയത് എല്ലാ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പോകുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിലോടാണ്. അവിടെ ചെന്നിട്ട് കാണാം. നമ്മള് ക്ഷേത്രത്തിലോട്ട് നടക്കുകയാണ്. നമ്മളെ റിക്ഷ അകത്തോട്ട് കയറ്റി വിടത്തില്ല. അതായത് അമ്പലത്തിന്റെ ഫ്രണ്ട് വരെ വരുവുള്ളൂ. പിന്നെ അവിടുന്ന് ഒരു 500 മീറ്റർ നമ്മൾ നടന്നു വേണം വരെ. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എവിടെയൊക്കെ മൊത്തം പറ്റിപ്പിന്റെ കേന്ദ്രങ്ങളൊക്കെയാണ്. ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. നമ്മള് കുറെ നേരം കൊണ്ട് നടക്കണം. 500 മീറ്റർ ഒന്നും അല്ല. ഞാൻ നമ്മളെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരെ ഇങ്ങോട്ട് കയറ്റാനുള്ളൊരു ഇത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ അവിടെ ഇറക്കിയത്. നമ്മളിവിടെ നടന്ന് ഏതാണ്ട് ക്ഷേത്രത്തിനടുത്ത് എത്താറായി. ഇവിടെ നല്ല ഉടായ്പകളുണ്ട്. ഇപ്പൊ കുറച്ച് മുന്നേ ഒരു പെൺകുട്ടി എന്നോട് വന്നിട്ട് പാല് വാങ്ങി തരുമെന്ന് കേട്ട്. ഞാൻ പറഞ്ഞാൽ കുടിക്കാനുള്ള പാലല്ലേ വാങ്ങി തരാന്ന് പറഞ്ഞു.
എന്നിട്ട് നേരെ എന്നെയും കൊണ്ട് നേരെ ഒരു മെഡിക്കൽ സ്റ്റോർ കയറിയിട്ട് അവിടുന്ന് ഒരു നാനിന്റെ ഒരു പാക്കറ്റ് എടുത്തു. ഇതെന്റെ കുഞ്ഞിനെ കൊടുക്കാനാണ്, വാങ്ങി തരാമോന്ന് ചോദിച്ചു. ഞാൻ വില വെച്ചപ്പോ 1000 സംതിങ് അല്ല 800 സംതിങ് അത്ര. പക്ഷെ ആ പെൺകുട്ടിയെ കണ്ട ഒരു എത്രാം ക്ലാസ്സിലൊരു 8ാം ക്ലാസ് ആ ഒരു ഇതൊക്കെ തോന്നുള്ളൂ. അതിന് കുഞ്ഞെന്ന് ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നി, കണ്ടാ പറയില്ല. ഒരു കൊച്ചു ഞാൻ പിന്നെ വീഡിയോ എടുക്കത്തില്ല, വേറെ എന്നെ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുത്തില്ല. അതുപോലെ പറ്റിപ്പ് ഒരുപാടുണ്ട്. നമ്മൾ സൂക്ഷിച്ച് കണ്ടെങ്കിൽ നിന്നാ നമുക്ക് എന്നെ കൊള്ളാം. തൊഴുതിട്ട് ഇറങ്ങി, നല്ല തിരക്കായിരുന്നു. 2-3 മണിക്കൂർ നമ്മൾ ക്യൂ ആയിരുന്നു. 2-3 മണിക്കൂർ നിന്നിട്ട് 2-3 മണിക്കൂർ നിന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതായത് നല്ല ക്യൂ ആയിരുന്നു. ഇവിടെ കുറെ ഇപ്പൊ ക്യൂ കുറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ 4 മണിക്ക് തുറന്നിട്ട് രാത്രി 11 മണിക്കാണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ അതുവരെ ഇങ്ങനെ തിരക്ക് വന്നോണ്ടിരിക്കും. പിന്നെ നമ്മള് ജസ്റ്റ് നമ്മൾ അകത്ത് കയറിയിട്ട് പിന്നെ തൊഴുതയാണ്. പിന്നെ അകത്തൊന്നും ക്യാമറ അലോഡ് അല്ല ഗൈസ്. കാരണം അകത്തൊക്കെ പോയ ക്യാമറ ഒരു പ്രശ്നമാണ്. ക്യാമറ അലോഡ് അല്ല. കാരണം നമ്മളെല്ലാം നമ്മളെ വാങ്ങിയിട്ടാണ് കയറ്റുന്നത്. നമുക്ക് വാച്ച്, സ്മാർട്ട് വാച്ച് ഒന്നും അകത്ത് കയറ്റത്തില്ല. പിന്നെ ചെരുപ്പ്, ഫോണ്, പേഴ്സ്, ചീപ്പ് പോലും അകത്ത് കയറ്റത്തില്ല. വരുന്നവർക്ക് അതൊന്ന് ശ്രദ്ധിച്ചു തോന്നേ. പിന്നെ ഇവിടെ കുറെ ഉടായ്പകളുണ്ട്. പൈസ നമ്മളൊന്നും അറിയില്ല. നമ്മളെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് ലാസ്റ്റ് പൈസ ചോദിക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു പോകണം. ഒരു വാങ്ങിയിട്ടുണ്ട് 140 ആണ്. ഇത് വില പറഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം 250 പറയാം. നമ്മൾ കുറച്ചൊക്കെ വാങ്ങി പറഞ്ഞു. രുദ്രാക്ഷം 5 മുഖമുള്ള രുദ്രാക്ഷമൊക്കെ നമുക്കിവിടെ 20 രൂപയുള്ളൂ. നമ്മൾ ഈ ഇൻസ്റ്റയിലെ സൈഡിലൊക്കെ കയറി നോക്കണമെങ്കിൽ അതിലൊക്കെ ഒരു 500 രൂപ 600 ആ റേറ്റ്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്താ ഇവരുടെ കടയാണ്. ഓക്കെ, അവരുടെ വിസിറ്റിംഗ് കാർഡാണ്. ഇവിടെ വന്നാൽ നമുക്ക് 20 രൂപയൊക്കെ രുദ്രാക്ഷം കിട്ടും. ഇവരാണ് आप लोग अपना नंबर നല്ല ചായ, നല്ല ഇഞ്ചി ചായ. തൊണ്ടയൊക്കെ നല്ല അടിപൊളിയാവും. ഇവിടേക്ക് ഇങ്ങനെയാണ് ചായ കൊടുക്കുന്നത്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ചേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ്. നമ്മൾ അവിടുത്തെ പോലെ അല്ല. കാരണം മസാല ടീയാണ്. അതുപോലെ തൊണ്ട യൂസ് ആണ് കേട്ടോ. കുടിച്ചിട്ട് കളയാം, കാണിച്ചിട്ട്. നമ്മൾ ഉച്ചക്ക് ഫുഡ് നമ്മുടെ പനീർ കറിയും പനീറും നാനുമാണ്. അതിന്റെ കൂട്ടത്തിലുണ്ട് സലാഡുണ്ട്, അച്ചാറുണ്ട്. അത് അവർക്ക് മസ്റ്റാണ്. അത് എല്ലാത്തിനും കോംബോ ആണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അതൊരു ഇതിൽ കപ്പലണ്ടി എന്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ക്യാഷിനിട്ട് കഴിച്ചിട്ട് പറയാമേ. കൊള്ളാം. നമ്മളവിടുത്തെ പനീർ കറി ആ ടേസ്റ്റ് അല്ല, വ്യത്യാസമുണ്ടോ? കൊള്ളാം, കറി കൊള്ളാം. അപ്പൊ കഴിച്ചിട്ടാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോ ദശാശ്വമേധ ഘട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു ഗംഗ ആരതി കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ 7 മണിക്കാണെന്ന് തോന്നുന്നു ഗംഗ ആരതി. അപ്പം നമ്മൾ നേരത്തെ എത്തണം. 1 മണിക്കൂർ 1.5 മണിക്കൂർ മുന്നേ എത്തിയാലേ നമുക്ക് അവിടെ സീറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോ വീണ്ടും അതിന്റെ റിക്ഷയിലാണ് എടുത്തത്. ഇവിടെയൊക്കെ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഡെയിലി ഒരു ഒപ്പിക്കാൻ പറ്റും. കാരണം ഇത് ടാക്സി ആയിട്ടാണ് അവർ ഓടുന്നത്. ഇതാണ് ഇലക്ട്രിക് വണ്ടിയാണ്, ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇലക്ട്രിക് സ്കൂട്ടർ മോഡിഫൈ ചെയ്തിട്ട് അതിനെ ടാക്സി ആയിട്ട് ഓടുന്നു. എന്തായാലും യാത്ര ചെയ്യാൻ നല്ല രസമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേടിച്ച് വണ്ടി ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു ഓപ്പോസിറ്റ് വണ്ടി എല്ലാം കുറച്ച് പേടിച്ച് ഇരിക്കാൻ പറ്റും. കാരണം എപ്പോഴാണ് തട്ടണേന്ന് അറിഞ്ഞൂടാ. ഗൈസ്, നമ്മൾ ഈ പോകുന്ന വഴി ഗല്ലികളുടെ ഇടയിൽ കൂടെയാണ് പോകുന്നത്. അതായത് അപ്പുറം ഇപ്പുറം 2 ഗല്ലിയാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഈ ചെറിയ വഴി കൂടെയാണ് നമുക്ക് നടന്നു പോവാൻ. ഇതിലൊരു 400 മീറ്ററോളം ഉണ്ട് നടക്കാൻ.
അപ്പോഴാണ് നമ്മൾ കറക്റ്റ് ദശാശ്വമേധ ഘട്ടിൽ എത്തുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ബോട്ട് സഫാരിയൊക്കെ ഉണ്ട്. ബോട്ട്, അതായത് നമ്മളിപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ആ ബോട്ടിൽ റേറ്റ് പറഞ്ഞെടുക്കണം. നമ്മളിപ്പോൾ 100 രൂപ മുതൽ 1000 രൂപ മുതൽ വരെ ബോട്ടുണ്ട്. അപ്പം അത് പറഞ്ഞിട്ട് അവരടുത്ത് നമ്മൾ സംസാരിച്ച് ബോട്ട് എടുത്താൽ അത് നല്ലൊരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. കാരണം ഗംഗയിൽ കൂടെയുള്ള ബോട്ട് യാത്ര നല്ലൊരു അനുഭവമാണെന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും ബോട്ട് എടുക്കുന്നുണ്ട്, അങ്ങോട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗംഗാരതി നടക്കുന്നത് 7 മണിക്കാണ്. അപ്പം അതിന് 1 മണിക്കൂറെങ്കിലും നമ്മൾ മുന്നേ എത്തിയാലേ നമുക്കവിടെ സീറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലോങ് ഇരുന്നേ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ സീറ്റ് പിടിച്ചാലേ നമുക്ക് ഏറ്റവും അടുത്തിരുന്ന് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഗംഗാരതി എന്ന് പറഞ്ഞൊരു പ്രത്യേകമായൊരു ഒരു അനുഭവം തന്നെയാണ്. കാരണം അത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. ഇത് പ്രധാനമായും രാവിലെ ഉണ്ട്. രാവിലെ 5 മണിക്ക് ടൈമിലുണ്ട്. അപ്പോൾ അപ്പോഴും നമ്മൾ 1 മണിക്കൂർ മുന്നേ നേരത്തെ വന്നാലേ ഇത് കാണാൻ പറ്റും. അതുപോലെ വൈകുന്നേരം 7 മണിക്കുണ്ട്. ഈ 2 ടൈമിലാണ് മെയിനായിട്ടും ഗംഗാരതി നടക്കുന്നത്. പിന്നെ മഴക്കാലം, ചൂടുകാലം ഇങ്ങനെ അനുസരിച്ച് സമയത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകും. അല്ലാതെ വേറെ ഇതൊന്നുമില്ല. വേറെ എല്ലാ ടൈമിലും ഈ വൈകുന്നേര ടൈമുകളിലാണ് കൂടുതൽ നടക്കുന്നത്. ഇവിടെ ഈ ദശാശ്വമേധം എന്ന് പേര് കിട്ടാൻ കാരണം ബ്രഹ്മാവ് ശിവന്റെ പ്രീതിക്ക് വേണ്ടി 10 ദശങ്ങളെ വെച്ച് പൂജ നടത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ദശാശ്വമേധ ഘട്ടം എന്ന പേര് ലഭിച്ചത്. ഇത്രയും ഘട്ടുകൾ ഉള്ളതിൽ ഏറ്റവും തിരക്കേറിയ ഘട്ടമാണ് ദശാശ്വമേധ ഘട്ടം. കാരണം ഇന്ത്യയിലെ പല ഭാഗത്ത് നിന്ന് ആൾക്കാർ ഒരേ സമയം ഇങ്ങോട്ട് വരുന്നുണ്ട്. എപ്പോഴും, അതായത് ഏത് ദിവസവും ഇവിടുത്തെ ഗംഗാരതി കാണാൻ ഭയങ്കര തിരക്കാണ്. ഇത് കാണുമ്പോഴേ അറിയാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരുപാട് നേരം കൊണ്ട് നടക്കും. നമുക്ക് മുന്നേ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ചുറ്റുപാടത്തുള്ള കടകള്, അതുപോലെ വഴിയോര കച്ചവടക്കാര്, എന്ന് വേണ്ട ബൈക്കുകാര്, ഒരുപാട് പേര്. പിന്നെ ഇതിന്റെ ഇടയിൽ പറ്റിക്കാൻ വേണ്ടി കുറെ ആൾക്കാരും ഉണ്ട്. നമുക്ക് അത് ഇത് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചോണ്ട് പോകാനും ബോട്ട് യാത്രയ്ക്ക് വേണ്ടി വിളിക്കാനും അങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. പല ബിസിനസ്സാണ് ഇതിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ അങ്ങോട്ട് ഇപ്പൊ നല്ല തിരക്കാണ്. ഇപ്പോഴും തന്നെ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ ബോട്ട് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 300 രൂപയാണ്. ഈ പുള്ളിക്കാരനെ എടുത്ത് സാഗർ എന്ന പുള്ളിയുടെ നമ്മൾ ബോട്ട് എടുത്തത്. യൂട്യൂബ് ചാനൽ. ഡ്രസ്സൊക്കെ മാറി. രാജീവ് ഇപ്പം തലയെ കുത്തര വീണത് കേസ്. നമ്മളിപ്പോ ഇവിടുത്തെ സെറ്റപ്പായി. രാജീവ് വീണത് കിട്ടിയില്ല ഗൈസ്, ജസ്റ്റ് മിസ്സായി. അല്ലെങ്കിൽ ഞാൻ അതിരെ പിടിക്കണ്ട. ഇവിടെയാണ് ഗംഗാരതി നടക്കുന്ന സ്ഥലം. കണ്ട ബോട്ട് കംപ്ലീറ്റ് ഇവിടുന്ന് ബോട്ടാണ്. ഫുള്ള് ബോട്ടിംഗ് ആണ്. നമുക്ക് ബോട്ടിലോട്ട് കയറാം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ബോട്ടിൽ കയറി ഇരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു മസാല ടീ വാങ്ങി. കൊള്ളാം സംഭവം. ജീരകത്തിന്റെ ടേസ്റ്റ് ഉണ്ട്, മസാലയുടെ ടേസ്റ്റ് ഉണ്ട്, പിന്നെ ലെമണിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എല്ലാം കൂടിയുള്ള ഒരു മിക്സ് ആയ ഒരു ടേസ്റ്റ്. കൊള്ളാം സാധനം. നമ്മൾ ഈ മറ്റൊരു കൂൾ ഡ്രിങ്ക് ഉണ്ട്, ഈ ബിന്ദു അതിന്റെ ഒരു ടേസ്റ്റ് ശരിയാ. ഇത് ചൂടാണെന്നേ ഉള്ളൂ. ചൂടാണ്, തണുപ്പാണ്. നമ്മൾ ഈ സൈഡിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സൈഡ് സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റത്തുള്ളൂ. സൈഡ് സീറ്റാണ് നമ്മൾ എടുത്തത്. മിക്ക ആൾക്കാരുടെ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ബോട്ട് മാത്രമല്ല, ഒരുപാട് ബോട്ടുകളുണ്ട്. കണ്ടോ, നമുക്കിവിടെ സിംഗിൾ ആയിട്ട് എടുക്കാം, അല്ലാതെ ഇതുപോലെ ഗ്രൂപ്പായിട്ട് എടുക്കാം. സിംഗിൾ ആയിട്ട് എടുക്കാൻ റേറ്റ് കൂടും. 1000, 2000 അങ്ങനെ പോകും റേറ്റ്. ഇതിന്റെ മുകളിൽ ആൾക്കാരുണ്ട്. കണ്ടോ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടോ? ഈ ബിൽഡിംഗ് ഒക്കെ എന്തുമാത്രം പഴക്കമുള്ളതാണെന്ന് അറിയോ? ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് ഇതൊക്കെ.
നമ്മളിത് ഇതുപോലെയുള്ള ഇതെടുത്താൽ നമ്മൾ ഇതുപോലെയുള്ള ബോട്ട് എടുത്താൽ നമുക്ക് റേറ്റ് കുറവാണ്, 200 രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. ഇതാണ് കേദാർനാഥ്. കേദാർനാഥിലെ നമ്മൾ വിഷ്വലാണ് ഈ കാണുന്നത്. നമ്മൾ ബോട്ടിൽ പോകുമ്പോഴാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് നടന്ന് വരണമെങ്കിൽ ഒരുപാട് നടക്കാറുണ്ട്. ഞാൻ പറയുന്നത് വ്യക്തമാവുന്നില്ലെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് മൈക്കിൽ, ഒരു ഹിന്ദിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഇതാണ് കേദാർനാഥ്. കേദാർനാഥിന് ഇവിടെ എന്തോ പൂജ നടക്കുന്നുണ്ട്. काली माता पुजारी बटुक पांडे, बाबा पांडे ये घाट बना के धोबिलों को दान में दे दिया सत्तावार करने के लिए। എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. ഗംഗാനദി നടക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അതിന്റെ ഫ്രണ്ടിലെത്തിയിട്ട് നമുക്കത് നേരിട്ട് കാണാൻ പറ്റും. എല്ലാവർക്കും നമുക്ക് ഈ സേഫ്റ്റിക്ക് വേണ്ടി ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവരും ഓം നമ ശിവായ എന്ന് വിളിക്കുന്നുണ്ട്. ഒന്നും കേൾക്കാൻ പറ്റില്ല നമുക്ക് വ്യക്തമായിട്ട്. ബോട്ടിന്റെ സൗണ്ടും ആൾക്കാർ ഈ വിളിക്കുന്ന എല്ലാം കൊണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം. അവിടെ നല്ല ആള് കൂടിയിട്ടുണ്ട് ഇപ്പോഴും. ഫുള്ളായിട്ടുണ്ട്. ഫുൾ ആളുകൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു ഫീലാണ് കേസ്, വല്ലാത്തൊരു ഫീലാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു ഫീലാണ്. നമ്മുടെ മൈൻഡൊക്കെ നമുക്ക് നല്ല റിഫ്രഷ് ആവും. കാരണം നമുക്ക് മൈൻഡ് വേറെ ഒന്നും കാണത്തില്ല. ഇവിടുത്തെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ ആൾക്കാരും ഗംഗാരതി കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഒരു ഭാഗത്താണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. അവിടെയാണ് കൂടുതൽ ആൾക്കാരാണ് നിൽക്കുന്നത്. ബോട്ട് എല്ലാം ഉണ്ട്, എല്ലാവരും നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഗംഗാരതി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും അത് കാണാൻ വേണ്ടി ബോട്ടിലും പിന്നെ ബോട്ടിന്റെ പുറത്തും ഉണ്ട് ആൾക്കാർ. നേരത്തെ സ്ഥലം പിടിച്ച ആൾക്കാരാണ്. ഇതായിട്ട് കാണാൻ പറ്റും. കാരണം അത്രയ്ക്ക് തിരക്കായതുകൊണ്ട് നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് ഇപ്പം ജസ്റ്റ് ബോട്ടുമായിട്ട് തട്ടിയാണ്. ഇങ്ങനെ ശ്രദ്ധിക്കാതെ എടുത്തോ നമ്മുടെ ഫ്രണ്ടിലെ ബോട്ട്. നമ്മളെ ബോട്ട് വേറൊരു ബോട്ടുമായിട്ടൊന്ന് തട്ടി. വേറെ പ്രശ്നമൊന്നുമില്ല. അതിന്റെ എന്തൊക്കെയോ ഫ്രണ്ടിൽ എന്തൊക്കെയോ ഒടിഞ്ഞെന്നാണ് തോന്നുന്നത്. ഈ നമ്മുടെ പുള്ളിക്കാരെ ശ്രദ്ധിക്കാതെ കൊണ്ടൊന്ന് ഫ്രണ്ട് എടുത്ത് കണ്ട ഈ ഒരു ബോട്ട്, ഈ ഫ്രണ്ടിലെ ഈ ഒരു ബോട്ടിലോട്ട് കൊണ്ട് തട്ടിയായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ചെറിയ സംസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ഗംഗാരതിയെ കണ്ടു. ബോട്ടിൽ ഫുള്ള് ഒരു 2 മണിക്കൂർ ഫുള്ള് കറങ്ങി. നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞ ബോട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇറങ്ങി. നമ്മൾ ഗംഗയിൽ ഒഴുക്കാൻ വേണ്ടി 2 ഇത് വാങ്ങാൻ, നാരങ്ങ വിളക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മളത് വാങ്ങട്ടെ. വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആളുടെ നമ്മൾ വാങ്ങാൻ പോകുന്നു.
ഇക്കുവിനൊക്കെ സാധനം വാങ്ങാം. ഇക്കുവിനും പോപ്പൂനും രണ്ട് വള വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു വള സൈസാവെന്ന് പറഞ്ഞൂടാ. ഞാൻ എന്റെ പൊന്നു രാജീവ് വാങ്ങി ഇവിടെ നിന്നാണ് വാങ്ങിയത്. സൈസാവെന്ന് അറിയില്ല. ഇക്കുവിനും വാങ്ങി പോപ്പൂനും വാങ്ങി, ഓരോന്ന് വാങ്ങിയിട്ടുണ്ട്. നോക്കാം. സെറ്റായി ഇവിടെ കച്ചവടമൊക്കെ തുടങ്ങി സ്വന്തമായിട്ട്. ആർക്കെങ്കിലും ബോട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ബോട്ട് കച്ചവടം തുടങ്ങിയത്. ഞാനിതാണ് ഈ ചേച്ചി ഇവിടെ ബോട്ട് വെക്കും. हाँ ठीक है पानी डालना और घुमाना है सिर्फ हाँ चल ഗൈസ് ഇവിടെ ഒരു പാട്ട് പാടുന്നു. എങ്ങനെയുണ്ട്? കൊടുക്കും. ആ ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ നിന്നൊക്കെ തൊഴുത് അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചു, സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി. ഞാനൊരു ശംഖ് വാങ്ങി കേട്ടോ, ഒരു വലിയൊരു ശംഖ് വാങ്ങിയിട്ട് നമ്മളെ മാടങ്കാവ് ക്ഷേത്രം, വീടിൻ്റെ അടുത്തുള്ള എൻ്റെ നമ്മുടെ കുടുംബക്ഷേത്രമാണ്, വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ്. മാടങ്കാവ് ക്ഷേത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങി. അപ്പോൾ ഞാൻ പിന്നീട് കാണാം. ഫോണിൽ ചാർജ് ചെയ്താണ്ട് കഴിയാറായി, ഇനി പുറത്തിറങ്ങിയിട്ട് കാണാം. ആദ്യമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതൊന്നും നടന്നു. ഗൈസ് ആദ്യമായി നമ്മള് സൈക്കിളിൽ കയറി ഗൈസ്. എങ്ങനെയാണ് പോണേ? എനിക്കൊന്നും ഇവിടെ സർക്കസ് പഠിച്ചാലേ ഇതൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. സർക്കസ് പഠിക്കാത്തവന്മാർ ഇവിടെ എങ്ങനെ വന്നു നമ്മളെ പോലെയുള്ളവന്മാരെ കൂടെ വണ്ടി ഓടിക്കണേ, അപ്പോഴേ വണ്ടി ഇടിച്ചാവും. എന്റെ അമ്മയെ ഇപ്പൊ തന്നെ ജസ്റ്റ് മിസ്സിലാണ് നിന്നത്. ഞാൻ കഴിഞ്ഞ ഓട്ടോ ഇടിച്ച് പറഞ്ഞു. നമ്മളവിടത്തേക്ക് ട്രാഫിക് ബ്ലോക്ക് ഒന്നുമല്ല ഗൈസ്. പക്ഷെ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും ഇവന്മാര് വണ്ടി കണ്ട ഇടിച്ചിടിച്ചാണ് പോണ കണ്ട. അവിടെ ഇടിച്ചിപ്പം ഇവിടെ മൊത്തം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, തട്ടി 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 ഇടിച്ചിടിച്ചാണ് അതാണ്ട. ഇതെല്ലാം തട്ടി തട്ടിയാണ് പോണത്. അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. പക്ഷെ ആർക്കും ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചാലും ആർക്കും പരസ്പരം ഒരു പ്രശ്നമല്ല. അവരൊന്ന് തിരിഞ്ഞു നോക്കത്തോലുമില്ല വണ്ടി തട്ടിയത്. മൊത്തം റോങ് സൈഡാണ് ഓടിക്കുന്നത്, മൊത്തം അതാണ്. അപ്പൊ ആ സൈക്കിൾ അവിടെ കൊണ്ട് ഇടിച്ചാണ്ട. ഫുള്ള് ഇടിയാണ്, ഫുള്ളിടി, ഇടിയോടിടി.